ഹായ്, ഇന്ന് നമുക്കല്പം രാജ്മ പയർ കറി വയ്ക്കാമേ. അതിനായിട്ട് ഞാൻ സവാള ഉള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് സവാള ഉള്ളി അരിഞ്ഞതിട്ട് വഴറ്റി കൊടുക്കാം. അത് നന്നായിട്ട് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് അതിനകത്തോട്ട് തക്കാളിയും കൂടി ഇട്ടൊന്ന് വഴറ്റാമേ. തക്കാളി എല്ലാം ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേന് ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരകപ്പൊടി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഇനി അതിനകത്തോട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് മസാല എല്ലാം ഒന്ന് വഴറ്റിയെടുത്ത് അതിന് ശേഷം തണുത്തിന് ശേഷം മിക്സിയുടെ ജാറിനകത്തോട് നമുക്ക് അരച്ചുകൊണ്ട് വരാം. അതിനുശേഷം ഞാൻ സെയിം പാനിനകത്തോട് തന്നെ അല്പം എണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ ഈ അരച്ചുകൊണ്ട് വന്ന മസാല എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റാമേ. വഴറ്റി ഉപ്പ് നോക്കി ആവശ്യമായ ഉപ്പും കൂടി ഇടാം. അതിനുശേഷം നമ്മൾ ഈ പയറും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായ ചാറിനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ച് ചാറിലൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് അല്പം പെരിഞ്ചീരകത്തിന്റെ പൊടിയും ഗരം മസാല പൊടിയും കൂടി ഇട്ട് വാങ്ങി വെക്കാമേ. അതിനുശേഷം ഞാൻ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് ഈ കറിക്കകത്തോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ രാജ്മ കറി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ചോറിന്റെ ചപ്പാത്തിയുടെ ഒക്കെ സൂപ്പർ കോമ്പിനേഷൻ ആണ്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.